ഇതാ നിന്റെ അമ്മ. അന്ത്യസമയത്ത് പോലും ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയം. കത്തോലിക്ക സഭ പരിശുദ്ധ കന്യകാമറിയത്തിനെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മാസമാണ് മെയ് മാസം. പ്രകൃതി പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ വസന്തകാലത്ത് വിശ്വാസികൾ തങ്ങളുടെ ആത്മീയ പുണ്യങ്ങളെ മാതാവിന്റെ പാദത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കാലയളവിനെ വണക്കമാസം എന്ന് നാം പറയുന്നു. വണക്കമാസ ആചരണത്തിന്റെ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മധ്യകാലഘട്ടത്തിൽ തന്നെ മെയ് മാസം മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രീതി യൂറോപ്പിൽ നിലനിന്നിരുന്നു. എന്നാൽ നാം ഇന്ന് കാണുന്ന രീതിയിലുള്ള വണക്കമാസ ആചരണം 16-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഫിലിപ്പ് നേരിയാണ് പ്രചാരത്തിലാക്കിയത്. 1815 പയസ് 7-ാമൻ മാർപ്പാപ്പ ഇതിനെ ഔദ്യോഗിക അംഗീകാരം നൽകി. 19-ാം നൂറ്റാണ്ടിൽ ആഗോള കത്തോലിക്ക സഭയുടെ ഒരു അവിഭാജ്യ ഘടകമായി വണക്കമാസ ആചരണം മാറി. മെയ് മാസം നമുക്ക് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നതിനുള്ള കാരണം പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ സ്നേഹമാണ്. ഈശോയുടെ അമ്മയും നമ്മുടെ ആത്മീയ മാതാവുമായ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമാണിത്. കുടുംബങ്ങൾ ഒന്നു ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വീടുകളിൽ ഐക്യവും സമാധാനവും വളരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിനയം, അനുസരണം, ക്ഷമ എന്നീ പുണ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഈ വണക്കമാസം നമ്മെ പ്രേരിപ്പിക്കുന്നു. കേരളത്തിലെ ക്രിസ്തീയ പാരമ്പര്യത്തിന് അതിൻ്റെതായ ഒരു സവിശേഷ രീതിയുണ്ട്. ഓരോ ദിവസത്തെയും ചിന്താവിഷയങ്ങളും ഒരു സുഹൃത ജപവും പുണ്യപ്രവൃത്തികളും അടങ്ങിയ വണക്കമാസ പുസ്തകം നാം വായിക്കാറുണ്ട്. കുട്ടികൾ വർണ്ണശബളമായ പൂക്കൾ കൊണ്ട് മാതാവിനെ അലങ്കരിക്കുമ്പോൾ അത് ഒരു മനോഹരമായ കാഴ്ചയായി തന്നെ നമുക്ക് തോന്നാറുണ്ട്. എങ്കിലും ജപമാല അർപ്പണമാണ് വണക്കമാസാചരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കർമ്മം. മാതാവിന്റെ വിവിധ വിശേഷണങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ലുത്തിനിയ പ്രാർത്ഥനയിലൂടെ ചടങ്ങുകൾ അവസാനിക്കുന്നു. വെറും ഒരു ആചാരത്തിനപ്പുറം നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള ഒരു തീർത്ഥാടനമാണ് ഈ വണക്കമാസാചരണം. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് കീഴടങ്ങിയ മാതാവിനെ പോലെ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം സമർപ്പിക്കുവാൻ നമുക്ക് ഈ വണക്കമാസം സഹായിക്കട്ടെ.